ഏത്തമനാട്ട എംഎൽഎ ആരായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. എംഎൽഎ സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഐഎം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാർച്ചാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ നിരന്തര ശല്യക്കാരനായ വ്യവസായി മാത്യുക്കുടനാടൻ എംഎൽഎയുടെ ഹർജി സുപ്രീം കോടതി ആരാടാ ഏതവനാട, ആരാടാ ഏതവനാട, ഏതവനാട എംഎൽഎ, ഏതവനാട എംഎൽഎ ആരായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഈ മൂവാറ്റുപുഴയ്ക്ക് ഇത്രയും വലിയ അപമാനം ഉണ്ടാകുന്നത് അയാൾ പറയുക ഡൽഹിയില് ഞാൻ ഇനിയും നിയമപോരാട്ടത്തിന് പോകുന്നു, ഇനിയും നിയമ പോരാട്ടത്തിന് പോകുന്നു. എവിടെയാ പോവുക? അന്താരാഷ്ട്ര കോടതിയിലേക്ക്. അന്താരാഷ്ട്ര കോടതിയിലേക്കാണോ മാത്യുക്കുടനാടൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി കേസന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പതിവിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പുല്ല് വിലയാണ് മാറ്റി കൊടുക്കുന്നതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മാത്യുക്കുടനാടന് അന്തസ്സുണ്ടെങ്കിൽ, ഒരു മര്യാദയുണ്ടെങ്കിൽ ആ എംഎൽഎ സ്ഥാനം രാജിവെച്ചിട്ട് പുറത്തു നിന്നിട്ട് യുദ്ധം ചെയ്യും. നിയമപോരാട്ടം നടത്തി, വിജിലൻസിൽ കൊടുത്തു, തള്ളി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് കൊടുത്തു, തള്ളി. സുപ്രീം കോടതി കൊടുത്തു, അതും തള്ളി. ഇനിയും പറയുന്നു നിയമപോരാട്ടം നടത്തുമെന്നേ. ഒരു കാര്യം എന്ന് പറയാം, ഇത്രയും കാലം ഈ മൂവാറ്റുപുഴയിലെ ഇടതുപക്ഷം ഇതെല്ലാം നമ്മൾ ശ്രമിച്ചു. അങ്ങേയറ്റം പോകട്ടെ, എത്ര ദൂരം ഓടും, എവിടെയെല്ലാം പരാതിയും വ്യാജ പരാതിയുമായി കടന്നു ചെല്ലും എന്ന് ഞങ്ങൾ നോക്കി. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഇത്തരത്തിൽ കള്ള വ്യാജ പരാതിയുമായി ഈ ഇടതുപക്ഷത്തിന്റെയും ഈ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെയും അപമാനിക്കുന്ന സമീപനമാണ് ഇനിയും മുന്നോട്ടെടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാം. മാത്യുക്കുടനാടൻ എന്ന് പറയുന്ന എംഎൽഎ ഈ മൂവാറ്റുപുഴയിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കേണ്ടതില്ല എന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ടി വരും. ഈ മൂവാറ്റുപുഴയ്ക്ക് ഒരു ഗുണമില്ലത്തെ, ഒരു ഗുണവുമില്ല. എംഎൽഎ കുപ്പായി വിട്ട് വക്കീൽ കോട്ടിട്ട് കോടതിയിൽ പോയി നാടിന്റെ വികസനം അട്ടിമറിക്കുക എന്നല്ലാതെ എന്ത് പണിയല്ലോ ചെയ്യുന്നത്? അങ്ങനെ ഒരു എംഎൽഎ എന്തിനാ ഈ നാട് അങ്ങനെ ഒരു എംഎൽഎ? അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളും തൊടുനായങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതി വരാതെ കയറിയിറങ്ങി പത്രമാധ്യമങ്ങളിൽ തെറ്റായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നതാണ് മാത്യുവിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്കും വിലയമൊക്കെയ മൂവാറ്റുപുഴയുടെ എംഎൽഎയോട് പറയാനുള്ളത്, ഞങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത്രയ്ക്ക് കഠിനമായ തീരുമാനങ്ങൾ ഞങ്ങളെ എടുപ്പിക്കരുത്. ജനാധിപത്യ സംവിധാനത്തെ ബഹുമാനിക്കുന്നവരാണ് ഈ മൂവാറ്റുപുഴയിലെ ഇടതുപക്ഷം.